ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അയല മീൻ കൊണ്ട് ഒരു അടയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയല മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3 സവാള ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. 2 തക്കാളി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഒരിച്ചിട്ട് നുള്ളി വെച്ച അയല മീൻ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് ലെമൺ ജ്യൂസും മല്ലിയിലയും ഇട്ട് കൊടുത്താൽ ഫില്ലിങ് റെഡിയായി. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പച്ചരിയും 1 കപ്പ് തേങ്ങയും 1 സവാളയും 1 ടേബിൾ സ്പൂണ് ജീരകവും അത് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് പത്തലിൻ്റെ പൊടിയില്ല അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു പരുവത്തിൽ കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിലേക്ക് മീനിൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടെടുക്കലാന്ന്. എന്നിട്ട് ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കലാന്ന്. അപ്പോൾ ഇതാ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ടേസ്റ്റാണ്. എണ്ണയെല്ലാം ഉപയോഗിക്കാത്തവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ അടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എണ്ണ ഉപയോഗിക്കാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുമോ.